നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തട്ടിൽകുട്ടി ദോശയാണ്. അപ്പോൾ അതിനായിട്ട് ഇന്നലെ രാവിലെ തന്നെ പച്ചരിയും ഉഴുന്നും ഉലുവയും കൂടി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഉറങ്ങുന്നതിന് മുന്നേ തന്നെ ചോറും അതേപോലെ ഈ വെള്ളത്തിലിട്ടതും കൂടി അടിച്ച് മൂടി വെക്കുക. അപ്പോൾ രാവിലേക്ക് ഇത് നല്ല പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. നമ്മൾ അടിപൊളി ഇവിടെ തട്ടിൽകുട്ടി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് അതിലേക്ക് കറികളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സി ജാറിൽ തേങ്ങ, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു സ്പൂൺ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. ഒരു സ്പൂണ് മാത്രമേ തൈര് യൂസാക്കാൻ പാടുള്ളൂ. അത്യാവശ്യത്തിന് വെള്ളം, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി മിക്സിയിലിട്ട് വെച്ചിട്ട് അടുത്ത് നമ്മളൊരു പാൻ വെക്കുക. അതിലേക്ക് കടുക്, വേപ്പിൻ്റെ ഇല, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്ത് അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടുക. ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക. ഉഴുന്നിട്ടതിന് ശേഷം വേപ്പിൻ്റെ ഇല, 2 അല്ലി വെളുത്തുള്ളി, അതിനുശേഷം സവാളയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മളൊരു ചെറിയൊരു പുളി കിട്ടണം. എന്നിട്ട് നന്നായി അത് പിന്നെയും മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ചൂടാറാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുക. ചൂടാറിയതിൻ്റെ ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി
അടിക്കാം. പിന്നെയും ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ, കടുക്, വേപ്പില, തയ്യാറാക്കി വെച്ച ചട്നിയിലേക്ക് ഈ വേപ്പിൻ്റെ ഇലയും കടുകും കൂടി ഒഴിക്കുക. അങ്ങനെ നമ്മുടെ ഇവിടെ ചായയും കൂടി റെഡിയായി കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തട്ടിൽ കുട്ടി ദോശയും ചട്നിയും ചമ്മന്തിക്കറിയും നല്ല അടിപൊളി ചായയും. നമ്മൾ ഉച്ചക്കത്തെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ചോറ്, ഒപ്പം തന്നെ നമ്മൾ അവിയലുണ്ടാക്കണം. അപ്പോൾ അവിയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, നല്ല ജീരകം, ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി നന്നായി മിക്സിയിലിട്ടാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ കഴുകി അത് കുക്കറിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഈ വേവിച്ച അവിൽ കഷ്ണങ്ങളിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തൈരുണ്ടല്ലോ, നല്ല പുളിയുള്ള തൈര് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മെയിൻ കായം വെക്കാം. അതിലേക്ക് വേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളകും പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം ഒക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൽ മീനിലേക്ക് പിടിപ്പിക്കാം. അപ്പം അടുത്തത് പപ്പട ചമ്മന്തി. അതിന് വേണ്ടിയിട്ട് 3 പപ്പടം, തേങ്ങ, ഉണക്കമുളക്, ചുവന്ന മുളക്, ഉപ്പ്, പുളി, വേപ്പിൻ്റെ ഇല ഇതൊക്കെ കൂടി അടിച്ചു കഴിഞ്ഞാൽ പപ്പട ചമ്മന്തി റെഡി. അടുത്തതായിട്ട് നമ്മളിവിടെ മീൻ മുളകിടണം. അതിൽ മുളകിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ, വേപ്പിൻ്റെ ഇല, സവാള, ഉപ്പ് നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളി ഇട്ടിട്ട് അതിട്ട് നല്ല വഴറ്റി കൊടുക്കുക. നല്ല വഴന്ന് വന്നു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടിയും ഇട്ടതിന് ശേഷം പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം ആവശ്യത്തിനുള്ള പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഇതിലേക്ക് ഇടും. അവസാനം പച്ചമുളക് കീറിയിട്ടതിന് ശേഷം കറി ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഊണിവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. ഇന്നത്തെ ഊണ് ഇത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് വൈകുന്നേരം നമുക്ക്
ചായക്ക് വെള്ളം വെക്കാം. അപ്പം ഇന്നത്തെ ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.